ചാത്തന്നൂരിലെ NDA വിജയത്തിന് പിന്നിൽ BJP CPM ഡീലെന്ന് UDF സ്ഥാനാർത്ഥി സൂരജ് രവി ആരോപിച്ചു. പല പഞ്ചായത്തുകളിലും CPM നേതാക്കൾ CPI സ്ഥാനാർത്ഥികൾക്കെതിരായി വോട്ട് ചെയ്തു. ഇക്കാര്യത്തെക്കുറിച്ച് LDF പരിശോധിക്കണമെന്നും സൂരജ് രവി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം BJP ജയിച്ച മണ്ഡലങ്ങളിലൊന്ന്. അവിടെ മത്സരിച്ചത് UDFിൻ്റെ സ്ഥാനാർത്ഥി സൂരജ് രവിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ 2 തവണയും 3-ാം സ്ഥാനത്ത്, ഇത്തവണയും 3-ാം സ്ഥാനത്ത് വന്നു. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പം എന്താണ് അവിടെ സംഭവിച്ചത്? അല്ല, പരാജയം അംഗീകരിക്കുന്നു. വിജയിച്ച ശ്രീ ഗോപകുമാറിനെ ഞാൻ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നു. 2016-ൽ, 2021-ൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ 26-ലുമൊക്കെ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനകത്ത് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ ശൂരനാട് രാജശേഖരനെ പിടിച്ചതിലും കൂടുതൽ വോട്ട് ശ്രീ പീതാംബർ ഗ്രൂപ്പ് കഴിഞ്ഞ തവണ പിടിച്ചു. ഇത്തവണ അതിൽ കൂടുതൽ വോട്ടുകളാണ് എനിക്ക് അല്ലെങ്കിൽ UDFന് നേടാൻ സാധിച്ചത്. പക്ഷേ വോട്ട് കുറവ് ഈ 2 പ്രാവശ്യവും വന്നത്, പ്രത്യേകിച്ച് ഇത്തവണ വലിയ വ്യത്യാസം വന്നത്, ഏതാണ്ട് 12,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം ശ്രീ ജയലാൽ നേടിയതിന് അപേക്ഷിച്ച് ശ്രീ സഖാവ് രാജേന്ദ്രന് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. വളരെ കുറവാണ്. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും, പരവൂർ മുനിസിപ്പാലിറ്റി, പൂതക്കുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും BJP വലിയ മുന്നേറ്റം നടത്തുകയും ചിറക്കര പഞ്ചായത്തിലടക്കം, ചിറക്കരയിൽ സ്വാഭാവികമായിട്ടും BJPക്ക് കുറച്ച് സ്വാധീനം കൂടുതലുള്ള പക്ഷേ അവിടെയൊക്കെ ക്രമാതീതമായ വർധനമാണ് BJPയുടെ വോട്ടിൽ ഉണ്ടായത്. ഇത് CPMും BJPയുമായിട്ടുള്ള ഡീലാണ് നടന്നിരിക്കുന്നത്. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. എങ്ങനെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്രയും വോട്ട് കുറഞ്ഞു പോയി? ജയലാലിന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ, അതിൽ 10-12,000 വോട്ടുകളുടെ 2000-ൻ്റെ 3000-ൻ്റെ വോട്ടുകളാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഈ സ്ഥലത്ത് 12,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും LDF നേതൃത്വം അത് പരിശോധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി, UDFിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, കൃത്യമായി BJPയും CPMുമായിട്ട് ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്ന് ന്യായമായും ഈ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും. തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ സൂരജ് രവി ഉന്നയിക്കുന്നത്. കാര്യം CPM ഡീൽ, LDF BJP ഡീലിൽ നല്ല പറയുന്നത് CPMും BJPയും തമ്മിലൊരു ഡീലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് LDF കൃത്യമായി പരിശോധിക്കണം എന്നൊരാവശ്യം കൂടിയാണ് ചാത്തന്നൂരിലെ UDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.